എന്താണ് കളർ സ്പേസ്? നിങ്ങളുടെ ക്യാമറയുടെ മെനുവിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കളർ സ്പേസ് എന്നൊരു മെനു ഐറ്റം. എന്താണ് കളർ സ്പേസ്? കളർ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ക്യാമറയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കളറിൻ്റെ റേഞ്ചിനെ തീരുമാനിക്കുന്നതാണ്. സെൻസറിനെ കുറിച്ചും പിക്സലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കളറിൻ്റെ റേഞ്ചിനെ കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് പരമാവധി 16.7 ദശലക്ഷം കളറുകളാണ് JPG ഫോർമാറ്റിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക. പിന്നെ ഇവിടെ കളർ സ്പേസിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്നുള്ള ഒരുവിധം ഡിസ്പ്ലേ ഡിവൈസസുകൾ എല്ലാം തന്നെ ലോകത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ, ഇൻ്റർനെറ്റ് വഴി പോകുന്ന ഫയലുകളും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫയലുകളും അതുപോലെ നമ്മൾ ഡിസ്പ്ലേ ഡിവൈസിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഫയലുകളൊക്കെയും തന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കളർ സ്പേസ് ഉണ്ട്. അതായത് 16.7 ദശലക്ഷം കളേഴ്സ് തന്നെയാണ് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ അതിൽ തന്നെ ഒരു കളർ സ്പേസ് ഉണ്ട്. അതിൻ്റെ ഓരോ കളേഴ്സിൻ്റെയും റേഞ്ച് ഉണ്ട്. ഇപ്പം ഓറഞ്ചിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റെഡിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര കളേഴ്സ് വരും എന്നൊക്കെയുള്ള ഒരു റേഞ്ച് ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഡിവൈസിനൊക്കെ ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റം sRGB എന്നുള്ള ഒരു കളർ പ്രൊഫൈലാണ് അല്ലെങ്കിൽ കളർ സ്പേസ് ആണ് എല്ലാ ഡിസ്പ്ലേ ഡിവൈസും ഫോളോ ചെയ്തു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു വാട്സപ്പിൽ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് sRGB ഫോർമാറ്റിലാണ് അത് പോകുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ TV-യിൽ നിങ്ങളൊരു ഇത് കാണുമ്പോൾ അതിനകത്ത് വരുന്ന sRGB ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ കളർ സ്പേസിലാണ്. ഓരോ ഡിവൈസിലും ഡിസ്പ്ലേ ഡിവൈസിലും നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ sRGB എന്നുള്ള ഒരു കളർ സ്പേസ് ഉപയോഗിച്ചിട്ടാണ്. അഡോബ് എന്ന ഒരു കമ്പനി അവരുടെ രീതിയിൽ ഒരു കളർ സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അഡോബ് RGB ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളറുകൾ നിങ്ങൾക്ക് പരമാവധി 16.7 ദശലക്ഷം കളറുകൾ തന്നെ കിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പൊസിഷനിങ്ങിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് സിമ്പിളായിട്ട് ഇതിനൊന്ന് പറയുകയാണെങ്കിൽ ഓറഞ്ച്, റെഡ്, പിങ്ക് ആ ഭാഗത്തോട്ട് വരുന്ന ഏരിയയിൽ അഡോബ് RGBയിൽ കൂടുതൽ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പകരം വേറെ സ്ഥലങ്ങളിൽ അതിന് കുറവായിരിക്കും. പക്ഷേ മൊത്തത്തിൽ രണ്ട് കളർ സ്പേസിലും sRGB ആയാലും അഡോബ് RGB ആയാലും 16.7 ദശലക്ഷം കളറുകൾ തന്നെയാണ് കിട്ടുക. പക്ഷേ ആ ഓരോ കളറിൻ്റെയും പൊസിഷനിങ്ങിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അഡോബ് RGB അവരുടെ രീതിയിൽ അവർ എഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിങ്ങിൽ അഡോബ് മാസ്റ്റേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ കളറിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും. അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ കണ്ടെത്തിയതാണ് അഡോബ് RGB എന്നുള്ള കളർ സ്പേസ്. നമ്മുടെ ക്യാമറയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷേ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്യാമറയിൽ നമ്മൾ അഡോബ് RGBയിൽ ഒരു ഫോട്ടോ എടുത്തു, നേരെ അഡോബ് ഫോട്ടോഷോപ്പിൽ ഒന്ന് എഡിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടോൺ വരുന്ന ഭാഗങ്ങളിൽ വളരെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. അഡോബ് RGBയിൽ ഷൂട്ട് ചെയ്തു, ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്തിട്ട് അത് ഒരു JPG ഇമേജ് ആയിട്ട് നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് JPG ആകുമ്പോൾ sRGB എന്നുള്ള കളർ പ്രൊഫൈലിലേക്ക് അത് മാറ്റപ്പെടും. അതോടുകൂടി ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന കളറിൽ ഡിഫറൻസ് ഫീൽ ചെയ്യും. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ്, ഫാഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അഡോബ് RGB ഉപയോഗിക്കാം. നല്ല ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്തെടുക്കാം. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് sRGB ആണ്. sRGB ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കളർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഫോട്ടോസ് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇനി അഡോബ് RGB ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് sRGBയിലോട്ട് ആക്കിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം വരാം. ഒരു കുഴപ്പമില്ല, അത് അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ക്യാമറയിൽ ഡിഫോൾട്ടായിട്ട് അഡോബ് RGB സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം JPG നിങ്ങൾ കളർ പ്രൊഫൈൽ പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ കളർ പ്രൊഫൈൽ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അത് JPG ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ അങ്ങ് മാറിപ്പോയിക്കോളും. അതിനെക്കുറിച്ച് നിങ്ങൾ വറിയിടാവേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രിൻറ്റിങ്ങിനൊക്കെ വളരെ നല്ലത് അഡോബ് RGB ആണ്. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് ആ കളർ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. മനുഷ്യനെ ഉൾപ്പെടുത്തി ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫിക്കൊക്കെ അഡോബ് RGB ആണ് നല്ല കളർ പ്രൊഫൈൽ. പക്ഷേ അത് വൈഡായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം വേൾഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്ന sRGB ആണ്. അഡോബിൻ്റെ പ്രൊഡക്റ്റുകളിൽ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറുകളിൽ മാത്രമാണ് അഡോബ് RGB സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ അത് sRGB മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, പുറത്തുള്ള ഏതൊരു സംഭവം. അപ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയറുകൾ sRGB ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ആ ഫയലുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് അയക്കുക. പറഞ്ഞു വന്ന വിഷയം കളർ സ്പേസ് ആണ്. രണ്ട് കളർ സ്പേസ് ആണ് നമുക്ക് കിട്ടുക. ഒന്നുകിൽ അഡോബ് RGB അല്ലെങ്കിൽ sRGB. ഇതിൽ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് രണ്ടിൽ ഏത് ഉപയോഗിക്കാം. രണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയതുകൊണ്ട് നിങ്ങളുടെ ചിത്രത്തിൽ വലിയൊരു വ്യത്യാസം ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല.